ഇരുചക്ര വാഹനങ്ങളിൽ മുന്നിലും പിന്നിലും ഇരിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി. കാറിനുള്ളിൽ യാത്രക്കാർക്കും ഡ്രൈവർക്കും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കി. അതിലുപരി എൻ്റെ തലയ്ക്ക് മീതെ കാണുന്ന AI ക്യാമറ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ. ഇതിനു പുറമെ സർക്കാരിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും മാറിവരുന്ന പുതു നിയമങ്ങൾ. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും എണ്ണത്തിൽ കുറവുണ്ടോ എന്ന കാര്യം മാത്രമാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഒരു കാലത്ത് ഗതാഗത കുരുക്ക് കൊണ്ട് പൊറുതിമുട്ടിയ കന്യാകുമാരി ദേശീയപാത. എന്നാൽ ഒന്നാം ഘട്ട പദ്ധതിയിലൂടെ പാത ഇരട്ടിപ്പിച്ച് പ്രശ്നത്തിന് ഒരുവിധം പരിഹാരം കണ്ടുവെങ്കിലും റോഡ് അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത് പള്ളിച്ചൽ, ബാലരാമപുരം, മുടവൂർപ്പാറ ഉൾപ്പെടുന്ന പ്രദേശത്ത് മാത്രം നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളും 10ലധികം അപകട മരണങ്ങളും സംഭവിച്ചതായി പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് മിനി ലോറിക്ക് പിന്നിൽ സ്കൂട്ടറിടിച്ച് 3 സുഹൃത്തുക്കൾ മരണപ്പെട്ടു. രക്ഷാപ്രവർത്തകനായ മറ്റൊരു യുവാവിനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജീവൻ നഷ്ടമായി. 1.25 മണിക്കൂറിനുള്ളിൽ മാത്രം ബാലരാമപുരത്ത് നഷ്ടമായത് 4 പേരുടെ മരണമാണ്. ആ ഞെട്ടിൽ നിന്നും ഇന്നും ആരും തന്നെ വിട്ടുമാറിയിട്ടുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ദേശീയപാതയിലെ മുടവൂർപ്പാറ ബാലരാമപുരം പ്രദേശത്താണ്. ഇവിടെ നടന്ന അപകടങ്ങളുടെയും അപകട മരണങ്ങളുടെയും കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നതാണ്. എനിക്കത് ചിരിച്ചുകൊണ്ടേ മറുപടി പറയാനൊക്കുള്ളൂ. കാരണം AI ക്യാമറ, ഹെൽമെറ്റ് ഇതെല്ലാം ഈ പെറ്റി പിടിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഹെൽമെറ്റിൻ്റെ ഗുണനിലവാരം അറിയാമല്ലോ. പിന്നെ ഈ റോഡ് ആക്സിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഈ റോഡ് വികസനം വന്നപ്പോൾ റോഡ് പണിയപ്പോഴും അശാസ്ത്രീയമായ രീതിയിലാണ് പണിയിരിക്കുന്നത്. അതിന് ഉദാഹരണം ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ ഈ ഭാഗത്ത് തന്നെ കണ്ടാലറിയാം. ഇത് ഒരു കുഴിയാണ്. ഈ റോഡിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ റോഡ് വണ്ടി പോകാനാണെങ്കിൽ 2 വീലർ ഇത് വരും. ആൾ ചാകുന്നുള്ള ഉറപ്പൊന്നുമില്ല. ഇവിടെ വീഴും, തെന്നും, അങ്ങോട്ട് വീഴും. ഇതെല്ലാം നിസ്സാര പണികളാണ്. ഇതിന് നോക്കേണ്ട ആൾക്കാർ നോക്കുന്നില്ല. ആളുടെ ജീവൻ ഇവിടെ ഒരു വിലയുമില്ല. അല്ലാതെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയതുകൊണ്ട് AI ക്യാമറ വെച്ചുകൊണ്ട് ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുപോലെ ഇവിടെ സൈഡുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ, ആ ചെടികൾ വെച്ചാൽ തമിഴ്നാട്ടിൽ മുള്ളു പോലെ പിടിക്കുന്ന ഈ ഉടവും നമ്മളെ വലിച്ചെടുക്കുന്ന ഈ മുള്ളുകളുള്ള സാധനങ്ങളാണ്. ഈ സൈഡ് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉടുപ്പ് ഷട്ടിലൊക്കെ പിടിച്ച് തള്ളിയങ്ങ് ഇടും. ഇതാണ്, അല്ലാതെ വേറെ അപകടത്തിന് വേറെ സാധ്യതയില്ല. അതിലുപരി നമ്മളെ റെസിഡൻസ് ഹൗസിലേക്ക് പ്രാപ്സാണ് ഞങ്ങളുടെ സംഘടന. ഞാൻ ജനറൽ സെക്രട്ടറി, എൻ്റെ ഒരു ബാലരാജ് അൽഫോൺസാണ്. ഇതിന് തൊട്ട് മുകളിൽ നസറത്ത് സ്കൂളുണ്ട്. അതിനപ്പുറത്ത് വേറെ മാനിയൊരു സ്കൂളുണ്ട്. അതിനപ്പുറത്ത് ബാങ്കുകൾ 4-5 നിരവധിയുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ സ്രോതസ് ഉണ്ടാക്കി കൊടുക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് തൊട്ടടുത്താണ്. ഒരുപാട് ബിസിനസ് നടക്കുന്ന ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം അവിടെയാണ്. ഇവിടെയെല്ലാം വരുന്ന ആളുകൾ ഈ മുടവൂർപ്പാറ വെടിവെച്ചാൽ തിരിഞ്ഞ് വരുന്നതിന് പകരം പെട്ടെന്ന് ചാടി അങ്ങ് പോവുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, റോഡ് വികസന അതോറിറ്റിയോട് പറഞ്ഞു, ഞങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു, ഈ നസറത്ത് ഹോമിൻ്റെ ഫ്രണ്ടിൽ ഒരു U-ടേൺ വേണം. ആ U-ടേൺ വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പോകാം, മാനേജർ സ്കൂളിൽ പോകാം, ബിവറേജിൽ പോയി പെട്ടെന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകാം, ബാങ്കുകൾ പോകും, നിരവധി ബാങ്കുകളാണ്. ഇതൊന്നും ചെവിക്കെടുക്കാതെ ഈ റോഡ് പണിയുന്ന ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ജീവന് ഒരു വില കൊടുക്കാത്തൊരു പരിപാടിയാണ്. ഇനിയും ആ സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ മുടവൂർപ്പാറയുടെ അടുത്ത് ഒരു U-ടേൺ വെക്കാണ് നിങ്ങൾ ഈ ഭാഗത്ത് അപകടമൊന്നും ഉണ്ടാവില്ല. U-ടേൺ വരുമ്പോഴത്തേക്ക് സിഗ്നൽ ഉണ്ടാകുമ്പോൾ ഈ അതിവേഗത്തിൽ വരുന്ന വാഹനം അവിടെ നിർത്തപ്പെട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് അമിത വേഗത്തിൽ വരില്ല. അപ്പോൾ വേഗത കുറയ്ക്കാൻ സാധിക്കും. ഇത് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് എണ്ണം കൂടിക്കൊണ്ടേക്കും, മരിച്ചുകൊണ്ടിരിക്കും. ഈ ഹെൽമെറ്റോ അല്ല AI ക്യാമറ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഒക്കില്ല. സർക്കാരിൻ്റെ ഫണ്ട് കൂട്ടാന്നുള്ള അല്ലാതെ വേറെ ജീവൻ ഒരു സ്വത്തുമില്ല. അതിൽ ഒരു ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാര്യം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ല. ഒരു ഓണം മൂല കരയിൽ പനാർക്കും സ്ഥലത്താണ് ഇരിക്കുന്നത്. പ്രാപ്സം നിരവധി സമയം പറഞ്ഞിരുന്നു. ഈ റോഡ് വികസന സമയത്ത് റോഡ് ജംഗ്ഷനിൽ തന്നെ ഈ സ്കൂളിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കുറച്ച് സ്ഥലം എടുത്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ പണിയാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ 3-4 നിലയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർക്ക് തമ്പടിക്കാൻ സാധിക്കും. ഒരു ആക്സിഡൻ്റ് വന്ന് ഓടി വന്ന് ആംബുലൻസ് വിളിക്കാൻ, ജീപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊരാൾ മരിച്ചു കിടന്നാൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മളെല്ലാവരും പലരും പറയാറുണ്ട്, ആക്സിഡൻ്റ് നടന്നാൽ നമ്മൾ സഹായിക്കുന്നതാണ്. ആരും സഹായിക്കാൻ നിൽക്കില്ല. എടുത്തോണ്ട് ആശുപത്രി പോയി കാവിലിരിക്കണം. അതിനോട്ട് ആരും തയ്യാറാവില്ല. പോലീസാണെങ്കിൽ അതല്ല, ആ ഒരു സംവിധാനമില്ല. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല.
ചുമ്മാ ഈ ആക്സിഡൻ്റ് അടക്കുമ്പോഴത്തേക്കും ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ പോലീസിനെ ഇറക്കി നമ്മൾ എങ്ങനെ കുറയ്ക്കാം എന്ന് പറയാം. കുറയ്ക്കാനുള്ള നടപടി പറഞ്ഞ് കുറയ്ക്കണ്ടേ? പോലീസിന് ദർശനം ഉണ്ടാവണം പാലാരവരത്ത്. പോലീസ് ദർശനമില്ല. പോലീസ് സ്റ്റേഷൻ പണിയണം. പോലീസ് സ്റ്റേഷൻ ഉണ്ടായാൽ മാത്രമേ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലത്തിൽ പെട്ടെന്ന് ഇവർക്കുള്ള ചികിത്സ നൽകുള്ളൂ. അതിലുപരി ഇവിടെ മുടവപ്പാറ സ്കൂളിന് മുമ്പ് ടേൺ ഒന്നുണ്ടാവണം. അതിന് വേണ്ടി വന്നാൽ ഞങ്ങളുടെ പ്രാപ്തി ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ഈ സമരം തന്നെ സംഘടിപ്പിക്കാതായിരിക്കും. ഇനി ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും അപകടത്തിലാവാതെ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാം ഓരോരുത്തരുടെ കടമയാണ്. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും അതിനോട് ശ്രമിക്കണമെന്ന് ഈ സമയത്ത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പരുത്തിപ്പടം റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് സജാ സഹീർ എന്നാണ്. ഏതാണ്ട് ഈ റോഡ് ഇപ്പോൾ വന്നിട്ട് 5 വർഷത്തോളമായി. ഈ 5 വർഷത്തിന് മുമ്പും ഈ മുടോർപ്പാറ ഭാഗത്ത് ആക്സിഡൻറ്റ് സ്ഥിരമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിവിധി വരും എന്ന് ഞങ്ങൾ വീണ്ടും വിചാരിച്ചു റോഡ് വന്നതിന് ശേഷം. പക്ഷേ റോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെ പറഞ്ഞിരുന്നു ഈ സ്കൂളിന് അങ്ങോട്ട് കടക്കാൻ വേണ്ടി, കുട്ടികൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ ലൈറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കടത്തിവിടാനുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഈ അധികൃതർ വന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയേണ്ടത്. റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തും ഈ പറയുന്ന നസർത്തോം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെയധികം സമ്മർദ്ദം ചെലുത്തിയിട്ടും യാതൊരുവിധമായ നടപടികളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ആക്സിഡൻറ്റുകൾ കുട്ടികളെ സ്കൂൾ സമയത്ത് ഏതാണ്ട് 2-3 സെക്യൂരിറ്റിക്കാരുണ്ട്. അവർക്ക് പോലും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആക്സിഡൻറ്റ് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നെയ്യാറ്റിൻകര DSP ഷാജി സാർ ഇടപെടുകയും പിന്നെ ഈ സ്കൂൾ ടൈം ആകുമ്പോൾ സമയത്ത് പിന്നെ നമ്മുടെ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികളെ കടത്തിവിടുന്നതിനും വേണ്ടിയിട്ട് അതിനുള്ളൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ആക്സിഡൻറ്റിൻ്റെ ഇത് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുടവപ്പാറ ഭാഗത്ത് 3 പേർക്ക് മരണപ്പെടുവാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അത് ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാത്രി സമയങ്ങളിൽ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തതിൻ്റെ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ സൈഡുകളിൽ വണ്ടികൾ കൊണ്ട് നിർത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഈ വണ്ടികൾ കൊണ്ട് നിർത്തുന്ന സമയത്ത് ദൂരെ നിന്ന് സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റില്ല. ആ അടിസ്ഥാനത്തിലാണ് പല ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒത്തിരി ആക്സിഡൻറ്റ് ഇവിടെ സ്ഥിരമായിട്ട് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതുകൊണ്ടെങ്കിലും കുറവ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. ബാലരാമപുരം വ്യാപാര ഭവനിൽ വെച്ച് രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിൽ പലരും പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ സാന്നിധ്യം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും AI ക്യാമറ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും സർക്കാർ നിയമ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും വാഹനം ഓടിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. നമ്മൾ കാരണം ഏതെങ്കിലും ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരിത കാഴ്ചകൾ, നമ്മുടെയും നമ്മൾ കാരണം അപകടത്തിൽപ്പെടുന്ന കുടുംബത്തിൻ്റെയും ദുരിതങ്ങൾ നമ്മൾ മറക്കരുത്.